എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മനുഷ്യനെ ബാങ്കിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് പറ്റിച്ചത് 2,80,00,000 രൂപയാണ്. അതിനോടനുബന്ധമായിട്ട് സകലതും നഷ്ടപ്പെട്ടു, ജീവിതം വഴിമുട്ടി. ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം വിറ്റാൽ വീരാൻകുട്ടി ചേട്ടന് ജീവിക്കാം, പക്ഷെ അത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീരാൻകുട്ടി ചേട്ടനെ കൊണ്ടിരുത്തണമെന്ന് പറഞ്ഞാൽ, ഒരു എന്താ പറയുക, ഒരു സിനിമേനേക്കാളും ഒരു അത്ഭുതകരമായൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. വീരാൻകുട്ടി ചേട്ടന് 2ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വന്തം കേസ് വാദിച്ച് 1.5 മണിക്കൂർ ബഹുമാനപ്പെട്ട ജഡ്ജിമാരെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ വ്യക്തിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരു വല്ലാത്ത സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ABCയിലോട്ട് വെൽക്കം ചെയ്യാം. വീരാൻകുട്ടി ചേട്ടാ, ABCയിലോട്ട് സ്വാഗതം. വളരെ സന്തോഷം വന്നതിന്. ഒരു വല്ലാത്ത സ്റ്റോറി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വന്നൊരു സ്റ്റോറിയും കൂടിയാണ് ഈ സ്റ്റോറി. പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എൻ്റെ ഗ്യാരണ്ടിയാണ്. 1,25,00,000 രൂപ കടക്കാരനാണെന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒപ്പം 2,80,00,000 രൂപയുടെ കടബാധ്യത, അതും ബാങ്ക് ഉദ്യോഗസ്ഥരും. കാരണം നമ്മൾ എല്ലാ മനുഷ്യരും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ അക്കൗണ്ട്സും എല്ലാം ഒരു ബാങ്കിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പേടിയുണ്ടല്ലോ. കാരണം ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥരും കൂടി ചേട്ടന് 2,80,00,000 രൂപ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗൗരവമുണ്ടല്ലോ. എന്താണ് ശരിക്കും സ്റ്റോറി? അത് ഫസ്റ്റ് തന്നെ പറഞ്ഞല്ല, 2ാം ക്ലാസ് എന്നുള്ളത്. ആ വിദ്യാഭ്യാസം ഇല്ലാത്തത് അവർ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അവർ പറഞ്ഞത് മുഴുവൻ ഞാൻ അനുസരിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞോ, എന്ത് പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞോ എല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്ത് ഈ പൈസ പാസ്സായി. പൈസ എനിക്ക് തരേണ്ട പണം നേരെ ഈ എൻ്റെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ വന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിലേക്കാണ് പണം കൊടുത്തത്. ആ പണം കൊടുക്കൽ മാത്രമല്ല, കൂടുതൽ കഥ പറഞ്ഞാൽ അത്ര നീണ്ടുപോകും. അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ആ വ്യക്തിയെ നാഗ്പൂർ വെച്ചിട്ട് CBI അറസ്റ്റ് ചെയ്തു. CBI അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞ പിറ്റേ ദിവസം തന്നെ നമ്മൾ ബാങ്കിൽ വന്നിട്ട് പറഞ്ഞു അവന് ആ പൈസ ഇനി കൊടുക്കരുതെന്ന് പറഞ്ഞു. അവനെ CBI അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ കൊണ്ടുവച്ചതിന് ശേഷം ഫസ്റ്റ് അവന് 1,40,00,000 അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല, 1,20,000 1,40,000 കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ 2,80,00,000 അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അത് അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം വീണ്ടും കൊടുത്തു. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അവരൊക്കെ കുറ്റക്കാരാക്കി അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ അറസ്റ്റ് ചോദിക്കട്ടെ, അതെങ്ങനെയാണ് ആ വ്യക്തിക്ക് ചേട്ടൻ പൈസ പോകുന്നത് എങ്ങനെയാണ്? അതാ പറഞ്ഞത്, എൻ്റെ വസ്തു വിൽപ്പനയാണ്. സാധാരണ വസ്തു വിൽക്കുമ്പോൾ എന്താ ചെയ്യുക? രജിസ്റ്റർ ഓഫീസ് പോയിട്ട് ഒപ്പിട്ട് കൊടുത്ത് നമുക്ക് പൈസ തരണമല്ലോ. ഇദ്ദേഹം പറയുന്നു ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ, 10 കോടി ആൾക്ക് പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയി ചോദിച്ചോളാം പറഞ്ഞു. ബാങ്കിൽ ഞാൻ ചോദിച്ചു, പ്രസിഡന്റ് അടുത്ത് ചോദിച്ചു, ബാങ്ക് മാനേജർ അടുത്ത് ചോദിച്ചു, അവിടെയുള്ള ബാങ്കുകളുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ചോദിച്ചു. പറഞ്ഞു 10 കോടി പാസ്സായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ ഈ വസ്തുവിൻ്റെ ബ്രോക്കർമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു എനിക്ക് ഉറപ്പ് തന്നതിന് ആവശ്യമില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കസേരയിരിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ. ഞാൻ ധൈര്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒപ്പിട്ടോളം പറഞ്ഞു. ഏകദേശം എത്ര പേപ്പർ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു. എല്ലാത്തിനും ഒപ്പിട്ട് കൊടുത്തു. പിന്നെയാണ് മനസ്സിലായത് ഇത് ചതിയാണെന്ന്. ഈ ചതി ആണെന്ന് അല്ലെങ്കിൽ ഈ ബാങ്ക് പൈസ തരുമായിരുന്നു അത്രേ. ഇവനെ CBI അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. CBI ഇവനെ അറസ്റ്റ് ചെയ്തല്ലോ. ഈ എൻ്റെ വസ്തു പർച്ചേസ് ചെയ്തവനെ നാഗ്പൂർ വെച്ചിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിന് ശേഷവും ഇവർക്ക് പൈസ കൊടുത്തു. പക്ഷേ സാധാരണ രീതിയിൽ അങ്ങനെയാണ് അത്ര അന്ന് കാലത്തൊക്കെ കച്ചവടം നടക്കുന്നത്. എനിക്കറിയില്ല, പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാണ്. ബാങ്കിൽ നിന്ന് ഇതേപോലെ തന്നെയാണ് വസ്തു വയ്ക്കുന്നു, വസ്തു ഉടമയ്ക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നു, പിന്നെ അത് അവരെടുക്കുന്നു. കാലങ്ങൾക്ക് ശേഷം അത് അങ്ങനെയാണ് അത്ര ചെയ്തിരുന്നത്. അന്നത്തെ വലിയ കച്ചവടങ്ങളൊക്കെ അങ്ങനെയാണ്. പേടിക്കേണ്ട, ഇത് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോടികളുടെ കണക്ക് പറയുന്നത് അയ്യോ അത് 2ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ എന്ന് പറയുന്നു. കോടികളുടെ കണക്ക് നമ്മൾ പറഞ്ഞില്ല. ഞാൻ ഒരുപാട് പണിക്കാരെ വെച്ച് വിദേശത്ത് 30 വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സൗദി അറേബ്യ. ഞാൻ മോട്ടോർ മെക്കാനിക്കലാണ്. അതായത് ചെറുകാലം മുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 8 വയസ്സ് മുതൽ ഈ വർക്ക് ശീലിച്ച് പല സ്റ്റേറ്റുകളിലും, അതായത് കേരളത്തിൽ തന്നെ, തമിഴ്നാട്ടിലും, ബോംബെയിൽ, ബാംഗ്ലൂർ, മൈസൂർ എല്ലാ സ്ഥലത്തും വർക്ക്ഷോപ്പിൽ നിന്നിട്ട് നല്ലതുപോലെ പണി പഠിച്ചിട്ടാണ് ഞാൻ നല്ല പ്രായത്തിൽ തന്നെ സൗദി അറേബ്യയിൽ എത്തുന്നത്. അവിടെ നിന്ന് പണിക്കാരെ വെച്ചിട്ടാണ് ഞാൻ പണിയെടുത്തിരുന്നത്. എനിക്ക് ഏകദേശം സമ്പാദ്യമാണ്. എങ്ങനെ പോയാലും ഒരു 3-3.5 ലക്ഷം രൂപ ഞാൻ രാപകൽ പണിയെടുത്തിട്ടുണ്ടാക്കും. വർക്ക്ഷോപ്പാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പോയിട്ട് എഞ്ചിനും ഗീറും ഒക്കെ എടുത്തു കൊടുന്ന് ഞാൻ ഒരിക്കലും പണിക്കാരെ വെറുതെ ഇരുത്തില്ല. പണിക്കാർക്ക് എല്ലാവർക്കും പണി റെഡിയാണ്. മാസം തന്നെ അവർക്ക് ശമ്പളം റെഡിയാണ്, അറബിയുടെ വാടക റെഡിയാണ്. ഇതെല്ലാം കഴിഞ്ഞാലും എനിക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പൈസ, അല്ലാതെ ചേട്ടാ. ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇതിനകത്ത് പ്രതിയാവുന്നത്? ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടല്ലേ ഞാനിതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവരും പ്രതിയായി. അത് മാത്രമല്ല, ഇവൻ CBI അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവൻ്റെ ചെക്ക് മാറിയിട്ടുണ്ട്.
ഈ വ്യക്തിയും ബാങ്ക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ചേട്ടൻ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? എനിക്കത് ഞാൻ പോയി ഈ പറയുമ്പോൾ ഈ ബാങ്ക് മാനേജർ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു, നല്ല സ്വഭാവവും നല്ല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യം. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, വീരാൻകുട്ടിക്കാ ഞാൻ ഫസ്റ്റിലാണ്, എനിക്ക് ഇത് കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഞാൻ അപ്പം ഞെട്ടിപ്പോയി. ഒരു ഉദ്യോഗസ്ഥൻ, ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞാൽ പണവും പറ്റിച്ചു കൊണ്ടുപോയി, ഇവനിങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതാണ് സത്യസന്ധമായ രീതിയിൽ സംസാരിക്കുന്നത്. ഞാനും ആകെ മരവിച്ചു നിന്നു. അവിടെ നിന്ന് അങ്ങ് മാറി ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞ് ഒരു കോള് വന്ന് അതിൽ സംസാരിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ബാങ്ക് മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ വരുന്നവനും പോകുന്നവനും പറയുന്നത് കേൾക്കാതിരിക്കുന്നതല്ല ബാങ്കിന് എന്താ ചെയ്യണമെന്ന് ബാങ്കിന് അറിയാമെന്ന്. അവിടെ സ്റ്റക്കായി. പിന്നെ ഞാൻ എല്ലാവരും പുറകെ ഓടി 1.5 വർഷം എന്നിട്ട് ഓടിച്ചു. ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർട്ടികൾ വിട്ടു തരാം, പെട്ടതല്ലേ, കാരണം എനിക്ക് 1 രൂപ തന്നിട്ടില്ലല്ലോ, ബാങ്ക് 1 രൂപ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഇവനായിട്ട് എഗ്രിമെൻറ്റും കാര്യങ്ങളുണ്ട്, ചെക്കും ഇതൊക്കെ മേടിച്ചോളാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നത്. ഇതാണ് ആ ഭാഗം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ എൻ്റെ സ്ഥിതി അതല്ല. ഇന്നത്തെ എൻ്റെ സ്ഥിതി ഭയങ്കരമാണ്. ഇത്രയും വലിയ ട്രാജഡിയിൽ പെട്ടപ്പോൾ എനിക്ക് പഴയ ടൗണിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അത് വിറ്റിട്ട് എൻ്റെ ബാധ്യത തീർക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ആദ്യം 1,25,00,000 രൂപ കടം, രണ്ടാമത് ഈ വന്നിരിക്കുന്നത് 2,80,00,000 എടുത്തിട്ട് പോയതിൻ്റെ അതിൻ്റെ ഒരു കണക്ക് അവർ പറയുന്നുണ്ട്. ഈ 1.25 എന്ന് പറഞ്ഞാൽ ഞാൻ താഴ്ത്തിയിട്ടുണ്ട്. 25 വന്നത് അത് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ കടം വീട്ടണമെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പ്രോപ്പർട്ടി എനിക്ക് ഇനിയിപ്പോൾ വീട്ടണ ഒറ്റ മാർഗ്ഗമുള്ളൂ, ഒരു മാർഗ്ഗവും ഇല്ല. ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭീരുത്വമായി. ഇത്രയും കാലം ജീവിച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്ന ഒരു സ്റ്റേജൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നി, കാരണം മക്കളുടെ രൂപത്തിലേക്ക് എത്തിച്ചു. അവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ജീവിച്ചു വരുന്നുണ്ട്. അതങ്ങനെ വിട്ടു. ഞാൻ അങ്ങനെ അവരുടെ വഴി തേടി പോട്ടെ. കാരണം ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. അതിനോട് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ മക്കൾ നന്നാവട്ടെ. അടുത്തത്, ഈ ടൗണിലത്തെ ബിൽഡിംഗ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2016 ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി. അതിന് മുമ്പിൽ ഒരു തടസ്സം നടന്നു. ഒരു 1-2 ചെയർ, അതേപോലെ കണ്ടവരൊക്കെ വന്ന് മദ്യപിക്കലും. ഇത് ഓൾറെഡി ബിൽഡിംഗ് പണിതിട്ടാണോ? ഇല്ല, പണിഞ്ഞ് ഒരു അത്യാവശ്യം ഒരു സ്ട്രക്ചറൊക്കെ ചെയ്തു, ഒരു ജീവിക്കാനുള്ളൊരു രീതിയൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തത്. അങ്ങനെയാണ് എനിക്കിങ്ങനെ പ്രശ്നം വന്നത്. അങ്ങനെ ഞാൻ പഞ്ചായത്തിൽ പരാതിപ്പെട്ടു, ഒരു റിയാക്ഷനില്ല. പോലീസിൽ പരാതിപ്പെട്ടു, റിയാക്ഷനില്ല. ഒടുവിൽ ആളുകൾ പറഞ്ഞു, ഒരു വികസന സഭയുണ്ട് വടക്കാഞ്ചേരിയിൽ, അവിടെ പോയിട്ട് നിങ്ങളൊരു പരാതി പറഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അവിടെ പോയിട്ട് പരാതി പറഞ്ഞു, അപേക്ഷ എഴുതി കൊടുത്തു. അവർ വന്നിട്ട് ഒരു ചെയർ എടുത്തിട്ട് പോയി. ഈ സിമെൻറ്റിൻ്റെ ഒരു ചെയർ എടുത്തിട്ട് പോയി. പിന്നെ ഒരു ചെയർ ഇപ്പുറത്ത് വന്നു. അപ്പോൾ അവർ ഇപ്പുറത്ത് തുടങ്ങി. അതിനുശേഷം 2016 അതിനുശേഷം പിന്നെ മരം ആ മരത്തിന് ഒരു ചെറിയ 2-3 മരം ഉണ്ടായിരുന്നു. അതിനെ വളർത്തി, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വളർത്തി നമ്മൾ അങ്ങോട്ട് ശല്യപ്പെടുത്തി. ഒടുവിൽ അത് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2018 ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ തുണിക്കട. പിള്ളേരെല്ലാം വന്നപ്പോൾ പിള്ളേർക്കൊക്കെ ജീവിക്കാനെന്ന് പറഞ്ഞ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. നല്ല കച്ചവടമായിരുന്നു. ഈ കച്ചവടം കണ്ടപ്പോൾ പിന്നെ എൻ്റെ കടയിലേക്ക് ഒരാളെ കയറ്റാതെ ഓട്ടോറിക്ഷയും ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്തു. ഒരു മനുഷ്യന് കയറാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്തു. എന്തിനാ ചേട്ടനോട് അത്രയും വിരോധം? എനിക്കറിയില്ല, കാരണം എന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമുള്ളൊരു അസൂയ. അന്യ നാട്ടിൽ പോയിട്ട് കുറച്ച് പണിയെടുത്ത് കാശുണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒന്നുമല്ല. ഇല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ ഞാൻ പോകുന്ന ആളാണ്. എല്ലാവരും എനിക്ക് ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.